ഞാൻ പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതിരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീക്ക് പ്രസവിക്കുവാൻ ഒരു നാഴികയുണ്ട്. ഈ ഭൂമിയിലെ സകല സ്ത്രീകൾക്കും ആ നാഴിക ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. 40 ആഴ്ചയ്ക്കുള്ളിൽ ഗർഭപാത്രത്തിൽ ഉരുവായ കുഞ്ഞ് പുറത്തു വരും. ഈ നിമിഷം വരെയും അതങ്ങനെയാണ്. അത് സ്ത്രീയുടെ നാഴികയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാം വിശ്വസിക്കണം, എല്ലാറ്റിനും ഒരു നാഴികയുണ്ട്, സമയമുണ്ട്. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. യുദ്ധത്തിന് ഒരു കാലമുണ്ട്. സമാധാനം അനുഭവിക്കാൻ ഒരു കാലമുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ബഹുജാതികൾക്ക് പിതാവാകും. ആ ദൈവശബ്ദം അബ്രഹാം വിശ്വസിച്ച് ഏറ്റെടുത്ത് മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി. എപ്പോഴൊക്കെ ദൈവം പ്രത്യക്ഷമായോ അപ്പോഴൊക്കെ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും. അബ്രഹാമിന് ആശയ്ക്കൊരു വകയുമില്ലാതിരിക്കുന്ന തൻ്റെ വാർദ്ധക്യത്തിൽ ആശ കൊടുത്തവനാണ് ദൈവം. എപ്പോഴൊക്കെ പ്രത്യക്ഷമായിട്ടുണ്ടോ അപ്പോഴൊക്കെ ആശയൊന്നുകൂടി ഉറപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ ഒരു സ്ത്രീ തൻ്റെ ഉദരത്തിൽ കുഞ്ഞിനെ ചുമക്കുന്നത് പോലെ ദൈവം നൽകിയ വാഗ്ദത്തത്തെ ചുമന്നവനാണ്. നീണ്ട 25 വർഷക്കാലം ദൈവത്തിൻ്റെ ആലോചനയുടെ നിവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രസവദ്വാരത്തിങ്കൽ വരുത്തിയിട്ട് അവൻ പ്രസവിപ്പിക്കാതിരിക്കുമോ? എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ അത് പ്രവൃത്തി തികയ്ക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ എന്താണ് ദൈവം നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചു. തിരുവചനത്തിലൂടെ, പ്രവാചകന്മാരിലൊക്കെ ദൈവം സംസാരിച്ചു. ആ ശബ്ദത്തെ വേണ്ടതുപോലെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് നിങ്ങൾ ദൈവത്തോടടുത്ത് വന്ന ഓരോ നിമിഷത്തിലും ഇന്നലകളിൽ പറഞ്ഞത് ദൈവം വീണ്ടും ആവർത്തിച്ചു. ദൈവത്തിൻ്റെ ആലോചന മാറാത്തതായതുകൊണ്ട് ദൈവം അത് കൂടെ കൂടെ ഓർമ്മിപ്പിച്ചു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്കറിയാം, അത് നിങ്ങളോട് ദൈവം പറഞ്ഞ ആലോചനയാണ്. അതെൻ്റെ വാഗ്ദത്തമാണ്. ഇന്നങ്ങനെ പറയത്തക്കവണ്ണമുള്ള അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നിങ്ങൾ സാക്ഷ്യമായി പ്രസ്താവിക്കുമ്പോൾ തന്നെ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് അത് വേണ്ടതുപോലെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെ, അത് ഗ്രഹിക്കാൻ ഒരു സമയമുണ്ട്. പ്രസവത്തിന് ഒരു നാഴിക ഉള്ളതുപോലെ ദൈവം നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്കും ഒരു കാലമുണ്ട്. അബ്രഹാമിന് ദൈവം വെച്ചിരുന്നൊരു അവധിയുണ്ട്. പ്രിയപ്പെട്ടവരെ, യഹോവ ജീവനുള്ള ദൈവം, യഹോവ സത്യദൈവം, യഹോവ നീതിയുള്ള ദൈവം. അവൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം നീതിയും ന്യായവുമാണ്. നിങ്ങൾ കരഞ്ഞത് അവൻ്റെ പാദപീഠത്തിങ്കലാണ്. നിങ്ങൾ കാത്തിരുന്ന ദൈവത്തെയാണ്. അവൻ നിങ്ങളെ ലജ്ജിപ്പിക്കുന്നവനല്ല. അവൻ നിങ്ങളെ നിരാശപ്പെടുത്തുന്നവനല്ല. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കാത്തിരിക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ചു കയറും. അതെ,
ഇന്നത്തെ നിങ്ങളുടെ വരൾച്ചകൾ മാറാൻ പോവുകയാണ്. ശൂന്യതകൾ മാറാൻ പോവുകയാണ്. നിന്റെ ദൈവം എവിടെയെന്നൊരു ചോദ്യമുണ്ട്. അതേ, നിന്നെ കണ്ട് പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരടയാളം അതിവിദൂരമല്ല. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന ഒരു അവധിയാണ്. അത് വെളിപ്പെടുന്ന സമയം, ദൂതനിറങ്ങുന്ന സമയമാണ്. അത് വെളിപ്പെടുന്ന സമയം, അപൂർവ കാര്യങ്ങളെ കാണുന്ന സമയമാണ്. വിശ്വസിക്കുക. അതികഠിനമായ വേദനയിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നുപോയപ്പോൾ ദൈവം മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായി കൈമാറിയത് അധികാരമാണ്. തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരാനുള്ള അഭിഷേകമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വേദന ചിലത് പുറത്തു വരാൻ വേണ്ടിയാണ്. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.